കളരിസ്പന്ദനം കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. നീതിസാരം ഇന്ന് 3-ാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു. ശ്ലോകം നോക്കാം. അപരീക്ഷ്യന കർത്തവ്യം കർത്തവ്യം സുപരീക്ഷ്യ ച ന ചേദ്ഭവതി സന്താപോ ബ്രാഹ്മണ്യാനകുലാദ്യത. ഇവിടെ പറയുന്നു, എന്തും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പരീക്ഷ കൂടാതെ ചെയ്യരുത്. പരീക്ഷയോടുകൂടി സകല കാര്യങ്ങളും ചെയ്യണം. പരീക്ഷ കൂടാതെ ചെയ്താൽ കീരിയെ കൊന്ന ബ്രാഹ്മണിയെപ്പോലെ സന്താപത്തിന് കാരണമാകുന്നു എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പരീക്ഷ കൂടാതെ ചെയ്യരുതെന്ന്. എന്താണ് പരീക്ഷ? നമ്മളൊക്കെ ദിവസം കേൾക്കുന്നതാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിൽ അവർക്ക് പരീക്ഷ ഒഴിഞ്ഞ് നേരമില്ല. ഇവിടെ പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരാളുടെ കഴിവോ വൈദഗ്ധ്യമോ അവയെ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലേ? അത് സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ മാത്രമല്ല, ജീവിതത്തിലും നിത്യജീവിതങ്ങളിലും അവയെ പ്രാവർത്തികമാക്കണമെന്നാണ് പറയുന്നത്. അതെങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിത്യാനുഭവങ്ങളെ നമ്മൾ സ്വയം പഠിച്ച് മനസ്സിലാക്കുന്നതും പരീക്ഷ തന്നെയാണ്. അതായത് ഒരു കാര്യം ചെയ്യുമ്പോഴാകട്ടെ പറയുമ്പോഴാകട്ടെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചിന്തിക്കുക, പിന്നീട് പ്രവർത്തിക്കുക. അതുമൂലം ആ ചെയ്യുന്ന കാര്യം 100% ശരിയാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരാം, ഇനിയിപ്പോൾ എല്ലാം പരീക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ എന്ന്. അങ്ങനെ തീരെ ചിന്തിക്കാതെ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ ഭവിഷ്യത്തുകൾ അത് ആ പറയുന്നതിനോട് ഒരു ബന്ധവുമില്ലാതെ ആയിരിക്കും. ചിലരെ നമുക്ക് കാണാം, ഒരു കാര്യത്തെപ്പറ്റി വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നത് കാണാറില്ലേ? എന്തെങ്കിലും ഒരു കാര്യത്തിനെ കേൾക്കുന്നതിന് മുൻപേ എടുത്തു ചാടി അവർ അതിനെപ്പറ്റി സംസാരിക്കുകയും അതിന് മറുപടി തരികയും ചെയ്യുന്നു. എന്നാൽ ഒരു നിമിഷം ആ കാര്യത്തെ ക്ഷമയോടെ ശരിയായി ഗ്രഹിച്ച് പറയുമ്പോൾ ആ സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത സംസാരമാകാതെ അവസരത്തിനൊത്തുള്ള സംസാരമായി അവിടെ മാറുന്നു. അതാണ് ഇവിടെ പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷിക്കുക എന്ന് പറയുന്നത്. അനവസരങ്ങളിൽ എടുത്തു ചാടി സംസാരിക്കുന്നത് നമുക്ക് കാണാം, ഇന്ന് ധാരാളം കാണുന്നതാണ്. ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാവാത്തവർ അവർ പറഞ്ഞത് ശരിയെന്ന പോലെ വെറുതെയെങ്കിലും ബഹളം വയ്ക്കും. ചിലർ എന്നിട്ടോ യാഥാർത്ഥ്യങ്ങളെ അറിയുമ്പോഴോ അവർ പശ്ചാത്തപിക്കുകയും ചെയ്യും. അങ്ങനെ വലിയ അനർത്ഥങ്ങളിലേക്ക്, അതായത് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടതായ അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അത് ബന്ധങ്ങളെ ഉലയ്ക്കുന്നതായിരിക്കും. ചിലപ്പോൾ ബന്ധങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെടുന്നതുമായിരിക്കാം. അങ്ങനെ ഒരു കഥയാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു ബ്രാഹ്മണി, അതായത് ബ്രാഹ്മണൻ്റെ ഭാര്യ, തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ വീട്ടിൽ വളർത്തുന്നതും വിശ്വസ്തനുമായ കീരിയെ നോക്കുവാനേൽപ്പിച്ച് പുഴയിൽ കുളിക്കുവാൻ പോയി. കുറച്ച് സമയം കഴിഞ്ഞ് കുളി കഴിഞ്ഞു വന്ന ബ്രാഹ്മണി ചുണ്ടിലും ശരീരത്തിലും നിറയെ രക്തം പുരണ്ട് തന്നെയും കാത്തു നിൽക്കുന്ന കീരിയെയാണ് കണ്ടത്. ഒരു നിമിഷം ബ്രാഹ്മണി പേടിച്ചുപോയി. കാരണം തൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയ ആ കീരിയുടെ ചുണ്ടിലും മുഖത്തും ശരീരത്തിലെമ്പാടും രക്തക്കറ കണ്ടപ്പോൾ ബ്രാഹ്മണി നിശ്ചയിച്ചു, തൻ്റെ കുഞ്ഞിനെ ഈ കീരി എന്തോ ചെയ്തു, ഉപദ്രവിച്ചു എന്ന്. വേറെ ഒന്നും ബ്രാഹ്മണി ആലോചിച്ചില്ല. ഉടനെ കീരിയെ അടിച്ചു കൊല്ലുകയുണ്ടായി. പിന്നെ തിരക്കിട്ട് കുഞ്ഞുറങ്ങിക്കിടക്കുന്ന തൊട്ടിലിനരികിൽ ചെന്നു. പക്ഷേ അവിടെ കണ്ടത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു. കാരണം സുഖമായി കുഞ്ഞ് കിടന്നുറങ്ങുന്നു. അതിന് താഴെയോ ഒരു പാമ്പ് പല കഷ്ണങ്ങളായി ചോരയിൽ കുളിച്ച് ചത്തുകിടക്കുന്നതും ബ്രാഹ്മണി കണ്ടു. ഈ കാഴ്ച ബ്രാഹ്മണിയെ വല്ലാതെ മനസ്സിനെ ഉലച്ചു.
കാരണം ഏകദേശം അവിടെ നടന്ന കാര്യങ്ങൾ ഈ ഒരു കാഴ്ചയിൽ തന്നെ ബ്രാഹ്മണിക്ക് മനസ്സിലായി. തൊട്ടിലിൽ തൻ്റെ കുഞ്ഞ് സുരക്ഷിതനാണെന്നും കുഞ്ഞിനെ കടിക്കാൻ വന്ന പാമ്പിനെ കൊന്നു കളഞ്ഞത് ഈ കീരിയാണെന്നും ബ്രാഹ്മണി ഞെട്ടലോടെ മനസ്സിലാക്കി. ഇവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ്? കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വന്ന പാമ്പിനെ കീരി കടിച്ചു കൊന്ന് ആ സന്തോഷം അറിയിക്കാനായി ബ്രാഹ്മണിയെ കാത്തു നിൽക്കുകയായിരുന്നു ആ പാവം കീരി. ഈ രക്തത്തിൽ പുരണ്ട കീരിയെ കണ്ടതും കീരി തൻ്റെ കുഞ്ഞിനെ കൊന്നുവെന്ന് തെറ്റിദ്ധരിച്ചു. ഉടൻ തന്നെ അതിനെ കൊല്ലുകയും ചെയ്തു. അകത്ത് വന്നതിന് ശേഷമാണ് ബ്രാഹ്മണി തൻ്റെ കുഞ്ഞ് സുരക്ഷിതനാണെന്ന് ഉറപ്പ് വരുത്തുന്നത്. ഇവിടെ ഏറെ ശ്രദ്ധയോടെ, അതിലേറെ സ്നേഹത്തോടെ കീരി കുഞ്ഞിനരികിൽ കാവലിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ശക്തനായൊരു പാമ്പ് തൊട്ടിലിനരികിലേക്ക് ഇഴഞ്ഞു വന്നു. കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കണ്ട പാമ്പിനെ കീരി ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷമാണ് കടിച്ചു കൊന്നത്. തൻ്റെ യജമാനത്തെ ഈ സന്തോഷം അറിയിക്കാനാണ് കീരി പുറത്ത് ബ്രാഹ്മണിയെ കാത്തു നിന്നത്. എന്നാൽ സംഭവിച്ചതോ? ദൈവമേ, എന്ത് അപരാധമാണ് താൻ ചെയ്തത്? ജീവിതകാലം മുഴുവൻ ആ ബ്രാഹ്മണി അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് ഇപ്പോൾ ഈ കഥ ഇവിടെ വരികയുണ്ടായി. കാരണം ഒന്നും ആലോചിക്കാതെ, ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാതെ എടുത്തു ചാടുന്നതിന് അതിനെക്കുറിച്ചുള്ള ഒരു ദോഷവശമാണ് ഇവിടെ ഈ കഥയിൽ കണ്ടത് നമ്മൾ, അല്ലേ? അതുകൊണ്ടാണ് ഈ വരികൾ നമ്മളോട് പറയുന്നത്. എന്തും പരീക്ഷ കൂടാതെ ചെയ്യരുത്. പരീക്ഷയോടുകൂടി ചെയ്താൽ നമ്മൾ ഈ കീരിയെ കൊന്ന ബ്രാഹ്മണിയെ പോലെ ദുഃഖിക്കാൻ കാരണമാവുകയില്ല എന്ന് പറയുന്നത്. ഇന്നത്തെ നീതിസാരം ഇവിടെ അവസാനിച്ചു. നീതിസാരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.